നമ്മളിതേ ഓണത്തിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കാൻ പോവാണ്. സ്റ്റാർട്ടിംഗ് ആണ്. സോ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പൊ ഫ്രോസൺ ആണ്. ഉത്രാടത്തിന് പാച്ചൽ കഴിഞ്ഞിട്ടപ്പോ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എത്ര കറി ഉണ്ടെന്നപ്പോ ഏകദേശം കണക്ക് പറഞ്ഞത്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 7 കറിക്ക് 7-8 കറിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ കറികള് ഓരോന്നോരോന്ന് കുക്കറിൽ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ എലിശ്ശേരി ഇപ്പുറത്തെ സാമ്പാർ രണ്ട് മത്സരിച്ചോണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എലിശ്ശേരി പകുതി വെച്ചിട്ടുണ്ട്. ഇനി നാളെ അടിച്ചോണ്ട് കയറ്റണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തരാം. ഇപ്പൊ എന്താണ് മെയിൻ പാചക വിദഗ്ധക്ക് എന്താണ് പറയാനുള്ളത് ഈ ഓണത്തെ പറ്റിയിട്ട്? അത് ചേട്ടാ, ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഓണമല്ലേ? ഓക്കെ. സോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഓണാണ്. അപ്പൊ ഞങ്ങളൊന്ന് പിന്നെ എങ്ങനെയോ ഒരു ഓഫ് കിട്ടി, അതാണ് വലിയൊരു കാര്യം രണ്ടുപേർക്കും. അപ്പൊ ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ ഓണം ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെയാണ് ഈ കുക്കിംഗ് ബഹളമൊക്കെ നടക്കുന്നത്. കാരണം ഇന്ന് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കതൊരു കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നാളെ പിന്നെ ആ നേരത്ത് കിടന്ന് ഓടണ്ട ഫുഡ് കഴിക്കണ നേരത്ത്. അപ്പൊ നമ്മള് എല്ലാം കറിക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പൊ ഇന്ന് കുക്ക് ചെയ്യാന്ന് വെച്ചു, തലേദിവസം കുക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചു. അപ്പൊ ഓരോ കറികൾ 1 by 1 ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ വിഭവങ്ങള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പായസം. പാലട പ്രഥമനാണ്, ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യണത്. ഞാൻ ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് എന്താ പറയാ, സദ്യ കഴിഞ്ഞിട്ട് ആ ഇലയില് നമ്മള് SAS പേപ്പർ വാഴയിലാണ് സദ്യ ഉണ്ടാകുന്നത്. അതില് നമ്മൾ അവസാനം ഇങ്ങനെ പായസം ഒഴിച്ചിട്ട് പിന്നെ പഴം ഇങ്ങനെ ആക്കി പിന്നെ കുറച്ച് പപ്പടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കില്ലേ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇവിടെ വന്നപ്പോഴാണെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഓണസദ്യ കിട്ടിയിട്ടില്ല, കഴിഞ്ഞ കൊല്ലവും ഡ്യൂട്ടി തിരക്കായിരുന്നു, ഈ കൊല്ലാണ് ഓഫ് കിട്ടിയത്. അപ്പൊ ഏതായാലും അങ്ങനെ ഒന്നൊരു പിടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അതേതായാലും ഇവിടെ അങ്ങനെ സാധിക്കണം. പിന്നെ കറികള് ഓരോന്ന് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ തകർത്ത് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. എടുത്തിരിക്കുന്നത് നാട്ടിൽ നിന്നുള്ള ശുദ്ധമായ തെങ്ങിൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ കറികളൊക്കെ നല്ല മണം, നല്ല മണമാണ്. അപ്പോൾ എലിശ്ശേരി നമ്മൾ നാളെ ഇട്ടുകൊണ്ട് എലിശ്ശേരിനെ ഫിനിഷാക്കാൻ പോണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഇളക്കി കഴിഞ്ഞാൽ നമ്മ പറഞ്ഞ എലിശ്ശേരി സെറ്റായിരിക്കുകയാണ്. സ്വാദിഷ്ടമായ അവിയൽ റെഡി. കെട്ടിയോളെ എന്താണ് രണ്ടാമത്തെ റൗണ്ടിൽ കറികൾ ഏതാണ്?
രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പൊ ബീട്രൂട്ട് കിച്ചടി, പിന്നെ സാമ്പാർ നമ്മള് അത് വെയിറ്റ് ചെയ്യാം, വിസിൽ വരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ പിന്നെ എന്തോ ഒരു പൊട്ടറ്റോ തോരൻ, ഹസ്ബൻഡിന്റെ സ്പെഷ്യൽ. ഓക്കെ. പച്ചക്കറി കഴിച്ച് മടുക്കുമ്പോ നമ്മൾ ചെറിയ ഇറച്ചിക്കറി കൂട്ടും. അതിന് വേണ്ടിട്ട് പൊട്ടാറ്റോ സ്പെഷ്യൽ. ഉഷാറില്ലേ? എന്താ പറയാ, സബോള അങ്ങനെ ചൂടായി മുരിഞ്ഞു വരുന്നില്ല. അതായിക്കോളും, പതുക്കെ സമയം ഉണ്ടല്ലോ. പിന്നെ എന്തിട്ടുണ്ട് ഇന്നത്തെ വേറെ വിശേഷങ്ങള്? ഇന്ന് കടോട്ട് പെട്ടിയാണ് 2 ദിവസം ഫുള്ളും രക്ഷയില്ലാത്ത പരിപാടികളാണ്. എന്താണ് ഇത്രയധികം പരിപാടി? ആകെ 2 പേരുണ്ട്. 2 പേരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഓണത്തിന് നമ്മൾക്ക് പറ്റുന്ന കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്രാവശ്യം കെട്ടിയോട് കൂടിയുള്ളായിരുന്നു നമ്മൾ കുറച്ച് കറിയുടെ എണ്ണോട് കൂട്ടിയിട്ടുണ്ട്. പണ്ടാണ് 2-3 കറിക്ക് ഉണ്ടാവും. ഇപ്രാവശ്യം എണ്ണോട് കുറച്ച് അധികമായിട്ടുണ്ട് ശരിക്കും. പിന്നെ പായസം നമ്മൾ വെക്കുന്നു, 2 തരം പായസം നമ്മൾ വെക്കാറുണ്ട്. എന്നാലും ഒരു പായസത്തിൽ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ് ഇപ്രാവശ്യം. ഓക്കെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ആണോ? ഞാൻ ഫസ്റ്റ് പ്രൈസ്. എന്റെ 3ാമത്തെ കറിയായ സാമ്പാർ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ പാത്രത്തിൽ പകർത്താം. ഭയങ്കര ചൂട്. കിച്ചടി. ഓക്കെ. ഞാൻ വലിയ അരിച്ചില്ലാന്ന് തോന്നുന്നുട്ടാ. എന്തായി എവിടെ എത്തി നമ്മുടെ ഓണ പ്രിപ്പറേഷൻസ്? ഓണത്തിന്റെ 3/4 ഭാഗം നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ഒരു കറി കോവക്ക ഒരു മെഴുകുപറ്റും കൂടി ഉണ്ടാക്കാനുണ്ട്. ആദ്യത്തെയാണ് പായസം. ഉണ്ടാക്കണം നമ്മള് പാലട പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പാലട പ്രഥമനില് മെയിനായിട്ട് നമ്മൾ മേടിച്ചിരുന്ന സാധനം ഉണ്ട്, ഡബിൾ ഓട്സിന്റെ പാലട മിക്സ് ആണ്. ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് പപ്പടം നമ്മൾ കാച്ചു. പപ്പടം കാച്ചനോടുകൂടി നമ്മുടെ ഉത്തരാട ദിനത്തിലുള്ള കറികളെല്ലാം അതും ഫിനിഷ് ആവണം. ഓക്കെ. അപ്പൊ നമുക്ക് പാലട നൈസായിട്ട് ഉണ്ടാക്കാം. എന്നിട്ടത് അണ്ടിപ്പരിപ്പ്, അപ്പൊ അത് പപ്പട വറവ് കൊടുക്കി ജാതി പറയാനുള്ളോ.
പപ്പടം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പപ്പടം അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. പപ്പടം ഇത് പായസം. പായസം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. Jum dim dak tak ida jum jum dak ida tak jum da jum dak ida ta jum kida dak ta jum tani ta 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 dan tani ta ta kida tani. എന്തായി? ഓ കുറെ നേരത്തിന് കാത്തിരിപ്പിന് ശേഷം നമ്മള് തുറക്കാൻ പോവാണ്. ആണാ? നല്ല മണം വരുന്നുണ്ട്. മണമുണ്ട്. ഈശ്വര. ഓ ശരിക്കും അങ്ങോട്ട് കുറുകിയിട്ടുണ്ടല്ലേ പായസം? കുറുകിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്. കറുത്തിട്ടുണ്ടാ എനിക്ക് തോന്നാത് മുന്തിരിയാണെന്നാണ് തോന്നാ. കണ്ട കറുത്ത മുന്തിരിയാണ്. മുന്തിരി കിടന്ന് വലുതായില്ലടി പാലല്ലേ. അപ്പൊ നമുക്ക് ഇതില് ബാക്കിയുള്ള കുറച്ചിടാം. കുറച്ചിട്ടതിന് ശേഷം നമ്മള് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മുന്തിരി സാധനങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം, പിന്നെ മുകളിലേക്കാണ് പൊട്ടിക്കണ്ട. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ പഴവും പായസവും പിന്നെ പപ്പടവും മിക്സ് ചെയ്തിട്ട് കൊത്തിയോടും. അടിപൊളിയല്ലേ? ഓണത്തിന്റെ നമുക്ക് നോക്കാൻ സാധനം ആദ്യത്തെ നമ്മുടെ കോവയ്ക്ക കറി. കറിയല്ല, ഇതൊരു ഉപ്പേരി മെഴുക്കുവരട്ടി പോലെയാണ്. തോരൻ പറയും. പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ മസാല. എന്ത് മസാല കറി? ഇത് പൊട്ടറ്റ മസാലയാണ്. ഓക്കെ, വെജിറ്റബിൾ കഴിച്ച് മുഷിയുന്ന നമുക്ക് കുറച്ച് മസാല കഴിക്കും. ഓക്കെ, ഇത് എരിശ്ശേരി, പുളിഞ്ചി, പിന്നെ ബീറ്റ്റൂട്ട് കിച്ചടി. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇതെന്താ സാധനം? ഇത് നമ്മുടെ സാമ്പാർ, സ്പെഷ്യൽ സാമ്പാർ. പിന്നെ അവിയല്. പിന്നെ അവസാനമായിട്ട് മെയിൻ സാധനം ഉണ്ട്. പാലട കഴിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഓണത്തിന് സെറ്റ് ആയിരുന്നു.